ഹലോ, വെൽക്കം ടു Creations. ഇന്ന് ക്രോഷറ്റ് കോളേഴ്സ് ആണ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ സ്ലിപ്പ് നോട്ട് ഇടുക. അതിനുശേഷം 81 ചെയിൻസ് നമ്മൾ എടുക്കുകയാണ്. ചെയിൻസ് എടുത്തതിന് ശേഷം 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് ഹാഫ് ഡബിൾ ക്രോഷ്യ നമ്മൾ മൂന്നാമത്തെ ചെയിനിലോട്ട് എടുക്കുകയാണ്. ആ ഒരു ഫുൾ ചെയിൻസ് നമ്മൾ മൊത്തം ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണ്. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമ്മൾ 3 ചെയിൻസ് എടുക്കുക. അതിന് ശേഷം ടേൺ അറൗണ്ട് ചെയ്യുക. ആ സെയിം സ്റ്റിച്ചിലോട്ട് തന്നെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക. 2 ചെയിൻ എടുക്കുക. പിന്നെയും 2 ഡബിൾ ക്രോഷ്യ ആ സെയിം സ്റ്റിച്ചിലോട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഡബിൾ വി സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ലൈൻ ഫുൾ, ആ ഒരു റൗണ്ട് ഫുൾ നമ്മളങ്ങനെ ചെയ്യണം. കമ്മിങ് ടു ദി എൻഡ്, നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ മാത്രമായിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം 3 ചെയിൻസ് എടുക്കുക. ആ 3 ചെയിൻസിനെ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്നിട്ട് നമ്മൾ ചെയിൻസ് ടു സ്പേസിൽ നമ്മൾ ഈ സെയിം പ്രോസസ്സാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 2 ഡബിൾ ക്രോഷ്യേസ്, 2 ചെയിൻ, പിന്നെ 2 ഡബിൾ ക്രോഷ്യേസ് ആ ചെയിൻ 2 സ്പേസിൽ ചെയ്യുക. നെക്സ്റ്റ് റോ വന്നിട്ട് നമ്മൾ ഈ സെയിം പ്രോസസ്സ് തന്നെ, പക്ഷേ 3 ഡബിൾ ക്രോഷ്യേസ് ആണ് 2 ചെയിൻ സ്പേസിൽ നമ്മൾ എടുക്കുന്നത്. അപ്പം 3 ഡബിൾ ക്രോഷ്യേസ്, 2 ചെയിൻസ്, 3 ഡബിൾ ക്രോഷ്യേസ് ഇൻടു ദി സെയിം 2 ചെയിൻ സ്പേസ്. അതിനുശേഷം ഒരു ചെയിൻ എടുക്കുക. നമ്മൾ 2 ചെയിൻ സ്പേസിലേക്ക് 7 ഡബിൾ ക്രോഷ്യേസ് ആണ് ചെയ്യുന്നത്. 7 ഡബിൾ ക്രോഷ്യയ്ക്ക് ശേഷം നമ്മൾ ഗ്യാപ്പ് ഉള്ളിടത്ത് സിംഗിൾ ക്രോഷ്യ ചെയ്യും. അതിനുശേഷം പിന്നെയും 2 ചെയിൻ സ്പേസിലോട്ട് നമ്മൾ 7 ഡബിൾ ക്രോഷ്യ ചെയ്യുക. സോ 7 ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ, അതിനുശേഷം പിന്നെ 7 ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ എടുക്കും. അതിനുശേഷം നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുകയാണ്. സോ ത്രെഡ് കട്ട് ചെയ്തതിന് ശേഷം ആ ത്രെഡ് ഹൈഡ് ചെയ്യാനായിട്ട് സ്യൂവ് ചെയ്ത് വെക്കണം നമ്മൾ. സോ ദിസ് ഈസ് ദി ഫൈനൽ ഔട്ട്പുട്ട്. അപ്പം ഞാൻ ഓൾറെഡി ഒരു പിങ്ക് കൂടെ ചെയ്തിരുന്നു. അതിൽ ഞാൻ ബട്ടൺ വെച്ചിട്ടുണ്ട്. താങ്ക് യു. ഇനി അടുത്ത പ്രൊജക്റ്റുമായിട്ട് കാണാം. ബൈ.